വാട്ട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു റോളക്സ് ഹാക്കർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പൊക്കിമോൺ കാർഡ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നാണ്. കുറേ പേർക്ക് അറിയാം പൊക്കിമോൺ കാർഡ് എങ്ങനെ കളിക്കേണ്ടതെന്ന്, എന്നാൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഗായ്സ്, എങ്ങനെയാണ് കാർഡ്സ് എല്ലാം വെക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് കളിക്കണമെങ്കിൽ ഒരു 50-40 കാർഡൊക്കെ വേണം പൊക്കിമോൺ എന്തായാലും. പിന്നെ ഒരു കോയിൻ വേണം കളിക്കാൻ. കോയിനല്ല, നമുക്ക് ഡൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം ഞങ്ങൾ കോയിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈസ് വെച്ചുള്ള വേറൊരു വീഡിയോ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ഇടും. അപ്പോൾ ഗൈസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് കാർഡ് വെക്കേണ്ടത്. ഇതാണ് പ്രൈസ് കാർഡ്. ഇവിടെ 6 നമുക്കും ഉണ്ട്, ഓപ്പണറിനും ഉണ്ട്. നമുക്ക് ഇപ്പം നമ്മളിവിടെ വെച്ചേക്കുന്ന 8 പ്രൈസ് കാർഡാണ്. ഇവിടെ 8 പ്രൈസ് കാർഡ്, അവിടെയും 8 പ്രൈസ് കാർഡ്. പ്രൈസ് കാർഡ് എന്നാന്ന് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇത് നമ്മുടെ മെയിൻ കാർഡ്സ് ഇവിടെ 7 ഉണ്ട്. 2 പേർക്കും 7 കാർഡ് വെച്ചാണ് മെയിൻ കാർഡ് അറ്റാക്ക് ചെയ്യാനൊക്കെ ഉള്ള കാർഡ് 7 വെച്ചാണ് വിധിക്കേണ്ടത്. പിന്നെ ബാക്കി വരുന്ന കാർഡ് ഡെക്കായിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് വെച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ കളി തുടങ്ങാം. എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറയാം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ്, കളിക്കാം. അപ്പോൾ ആദ്യമേ നമ്മളെ കാർഡ് ഇല്ല നോക്കാം. നമുക്ക് മറ്റൊരോട് ഓപ്പണറിന് കാർഡ് കാണിക്കല്ലേ. ഇപ്പം നിങ്ങൾക്ക് കളിക്കേണ്ടത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാർഡ്, നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പോൾ അപ്പോൾ ഓപ്പണറിൻ്റെ കാർഡ് തുറന്ന് നോക്കും. എന്നിട്ട് ആദ്യമേ ഒരു കാർഡ് അറ്റാക്ക് ചെയ്യാൻ ഒരു കാർഡ് വെക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വോച്ചെയിൻ എന്ന് പറഞ്ഞ കാർഡ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ വെക്കുന്നത്. അത് മടക്കി വെച്ച് വേണം അറ്റാക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ബാക്കി വരുന്ന കാർഡ് അടച്ച് വെക്കണം. മറ്റേ ആൾക്കറിയത്തില്ല നമ്മൾ ഏത് കാർഡാണ് വെച്ചേക്കുന്നതെന്ന്. ഓപ്പണൻറ്റും അതുപോലെ തന്നെ ഒരു കാർഡ് നോക്കിയിട്ട്, നമ്മൾ കാണിച്ചില്ല ഏതാടാന്ന് അറിയത്തില്ല, നോക്കിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ 2 പേർക്കും അറിയത്തില്ല ഇത് ഏത് കാർഡാന്ന്. സ്വന്തം കാർഡ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് തുറക്കാം. ഓക്കെ, ഓപ്പണൻറ്റ് കൂടിയ കാർഡാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് പോക്കിമോൺ കാർഡിൻ്റെ ഹെൽത്ത്. ഞാൻ കാണിച്ചു തരാം. ഇത് പോക്കിമോൺ കാർഡിൻ്റെ ഹെൽത്താണ്, ഓരോ പോക്കിമോൻ്റെ. പിന്നെ ഇത് 220 കാണിച്ചേക്കുന്നതാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഡാമേജ് കൊടുക്കുന്നത് ഇത്രയാണ്. ഇത് ഹെൽത്തും. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അറ്റാക്ക് 270 HP 340. ഇനി അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതാണ് കോയിൻ വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കോയിൻ ഇട്ടിട്ട് ടെയിൽ എങ്ങാനും വന്നാൽ അറ്റാക്ക് ചെയ്യില്ല, ഓപ്പണറിന് കൊടുക്കും ചാൻസ്. പിന്നെ എങ്ങാനും ഹെഡ് വരുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇട്ട് നോക്കാം. ഇപ്പം എൻ്റെ ചാൻസ് ടെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പണറിന് കൊടുക്കും. അപ്പോൾ ഇനി ഓപ്പണൻ്റ് ഇടണം. ഓക്കെ, ഓപ്പണൻ്റെ ഹെഡാണ് നിൽക്കുന്നത് ഓപ്പണൻ്റ്. അപ്പോൾ ഓപ്പണൻ്റ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ കാർഡ് അറ്റാക്ക് ചെയ്യും. ഈ കാർഡിൻ്റെ അറ്റാക്ക് 270. പക്ഷേ എൻ്റെ HP 230 മാത്രമേ ഉള്ളൂ, ഈ ബുക്കിൻ്റെ HP. അപ്പോൾ 270 അറ്റാക്ക് ചെയ്യും. അപ്പോൾ വോച്ചൈൻ്റെ HP 230 ഉള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഈ കാർഡ് ഔട്ടാവും, പുറത്തു പോവും, ചത്തുപോവും. ബിക്കോസ് ഇതിന് 230 HP ഉള്ളൂ, അത് 270 അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 270 മൊത്തം 0 HP ആവും. അപ്പോൾ എന്തായാലും വോച്ചൈ എന്ന് പറഞ്ഞ കാർഡ് പുറത്താവും. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് എല്ലാം മാറ്റി വയ്ക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഈ കാർഡ് അവൻ തിരിച്ചെടുക്കും. പിന്നെ ഒരു കാർഡ് ഇപ്പം ഇങ്ങനെ തോപ്പിച്ച് കളഞ്ഞ ഒരു കാർഡിന്, അപ്പോൾ ആ ഓപ്പണൻറ്റിന് 2 പ്രൈസ് കാർഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഈ 2 എണ്ണം ഓപ്പണൻറ്റ് സ്വന്തമാക്കും. ഇപ്പോൾ 2 കാർഡ് കാണിക്കില്ല, ഓപ്പണൻറ്റ് എടുത്തിട്ട് ഓപ്പണൻറ്റിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. ഈ പ്രൈസ് കാർഡ് ഇങ്ങനെ എടുത്ത് തോപ്പിച്ചെടുത്തെടുത്ത് ഈ പ്രൈസ് കാർഡ് മൊത്തം തീരുമ്പോൾ ഓപ്പണൻറ്റ് ജയിക്കും. അങ്ങനെയാണ് കളിയിൽ ജയിക്കുന്നത്. ഈ കാർഡ് മൊത്തം തീരുവാണെങ്കിൽ കളി ജയിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത കാർഡ് ഇടുക. ഞാനിപ്പോൾ ഇഷ്ടമുള്ള കാർഡ് നമുക്ക് നോക്കാം. നോക്കിയിട്ട് ഒരു കാർഡാണ് ഇട്ടേക്കുന്നത്. ഓപ്പണൻറ്റും ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ തുറക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും കോയിൻ വെച്ച് കളിക്കുന്നു. എത്ര അറ്റാക്ക് വരുന്നതനുസരിച്ച് അറ്റാക്ക് വന്നാൽ അറ്റാക്ക് ചെയ്യും. പിന്നെ ടെയിൽ വന്നാൽ ചാൻസ് മറ്റേ ഓപ്പണൻറ്റിന് കൊടുക്കും. അങ്ങനെ ടെയിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാൻസ് നമുക്ക് കിട്ടാതിരിക്കും. പിന്നെ ഹെഡ് എങ്ങനെ വരുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അറ്റാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 150 അറ്റാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൊക്കിമോൺ ഒറ്റയടിക്ക് 150 ഡാമേജ് ചെയ്യും. അപ്പോൾ ബാക്കി ഇതിന് 50 HP വരുള്ളൂ ബാക്കി. അപ്പോൾ പിന്നെ ഈ പൊക്കിമോൺ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് കളിക്കുന്നത് ഗൈസ്. അങ്ങനെ കളിച്ച് HP തീരുമ്പോൾ ഒരു പൊക്കിമോൺ ചത്തു. അപ്പോൾ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഇവിടുന്ന് പ്രൈസ് കാർഡ് ഓരോന്നോരോന്ന് എടുക്കും. 2 വെച്ചാൽ എടുക്കുന്നത്. എന്നിട്ട് ഈ പ്രൈസ് കാർഡെല്ലാം തീർന്നു കഴിയുമ്പോൾ ആൾ ജയിക്കുന്നതായിരിക്കും. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വീക്ക്നെസ് കാണും. ഇവിടെ ഓരോ കാർഡും ഓരോ വീക്ക്നെസ്സും റെസിസ്റ്റൻസും കാണും. വീക്ക്നെസ് എന്ന് വെച്ചാൽ ഈ വീക്ക്നെസ് ഇട്ടിൻ്റെ സൈഡിൽ കണ്ടോ ഈ ബ്ലൂ ചിഹ്നമാണ്. അപ്പോൾ ഇപ്പോൾ ഓപ്പണൻറ്റ് ഇട്ടേക്കുന്ന കാർഡ് ഈ വെള്ളത്തിൻ്റെ കാർഡാണ് നോക്കണം. ഇതുണ്ടോ, ഇത് വെള്ളത്തിൻ്റെ കാർഡല്ല. ഇപ്പോൾ
ഇപ്പോൾ വെള്ളത്തിൻ്റെ കാർഡ് ഓപ്പണൻ്റ് ഇട്ടേക്കണമെങ്കിൽ ഇതിൻ്റെ വീക്ക്നെസ് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അറ്റാക്ക് ×2 ആവും. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ കാർഡായിരുന്നെങ്കിൽ ഇതിൻ്റെ അറ്റാക്ക് ×2 മീൻസ് 200 അറ്റാക്ക് ഒറ്റയടിക്ക് ഇതിനെ അറ്റാക്ക് ചെയ്തേനെ. അതാണ് വീക്ക്നെസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീക്ക്നെസ് ഇത് കൂട്ടൊരു സംഭവമാണ്, ഇങ്ങനെ കൈ പോലത്തെ സംഭവമാണ്. അപ്പോൾ ഈ പൊക്കിമോൻ എന്താണോ അല്ല, ഇത് ഫയർ ടൈപ്പ് പൊക്കിമോനാണ്. അതാണെങ്കിൽ ഇതിൻ്റെ അറ്റാക്ക് ×2 ആണ്. അപ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ ഇത് 300 അറ്റാക്ക് ഒറ്റയടിക്ക് ഇതിനെ ചെയ്തേനെ. അപ്പം അങ്ങനെയാണ് ഗൈസ് കളിക്കേണ്ടത് ഗെയിം. പിന്നെ ഗൈസ് ചില കാർഡുണ്ട്, ഇത് കൂട്ട് കാർഡ്, അതിൻ്റെ അറ്റാക്ക് 80 കണ്ടോ, ഞാൻ കാണിച്ചു തരാം. 80+ എന്നായിരിക്കും. 80+ എന്ന് വെച്ചാൽ നമുക്കൊരു പക്ഷേ കോയിൻ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഹെഡാണെന്ന് വെച്ചാൽ അപ്പോൾ അറ്റാക്ക് ചെയ്യും. അതിനിട്ട് വീണ്ടും നമുക്ക് ഹെഡ് വീണ്ടും അനുസരിച്ച് നമുക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാം. ഈ പ്ലസ് ഉണ്ടെങ്കിൽ ഓരോ അറ്റാക്കിൽ പ്ലസ് ഉള്ള കാർഡാണെങ്കിൽ. ഇപ്പോൾ ഒരു ടെയിൽ വന്നാൽ മറ്റേ ഒപ്പണേന് കൊടുക്കും. പക്ഷെ ഹെഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. മാത്രം നമുക്ക് ചാൻസ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും അടുപ്പിച്ച്. അതാണ് ഈ പ്ലസ് ചിഹ്നത്തിൻ്റെ ഉപയോഗം. അപ്പോൾ ഗൈസ് കാർഡ് ഗെയിം ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, പൊക്കിമോൻ കാർഡ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പ്രൈസ് കാർഡ് തീരുന്നതനുസരിച്ച് ആൾ ജയിക്കും, അറ്റാക്ക് ചെയ്യും. കോയിൻ വെച്ച് ഹെഡ് വരുമ്പോൾ അറ്റാക്ക് ചെയ്യും, ടെയിൽ വരുമ്പോൾ അറ്റാക്ക് ചെയ്യും, ഓപ്പണൻറ്റ് കൊടുക്കും. പ്ലസ് ഉണ്ടെങ്കിൽ അത് ഹെഡ് വന്നതനുസരിച്ച് വീണ്ടും നമുക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഈ കാർഡ് ഇത് വീക്ക്നെസ്, ഇപ്പോൾ ഇതിൻ്റെ വീക്ക്നെസ് ഇങ്ങനെ വാട്ടർ ടൈപ്പാന്ന് ഓർത്തോ, വാട്ടർ ടൈപ്പിൽ 2 ആയി ഇത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ പൊക്കിമോൻ വെള്ളത്തിൻ്റെ പൊക്കിമോൻ വാട്ടർ ടൈപ്പ് ആണെങ്കിൽ ഇതിപ്പോൾ വാട്ടർ ടൈപ്പ് അല്ല, എന്തോ ഇലക്ട്രിസിറ്റി മിന്നലിൻ്റെ എങ്ങാണ്ടാണ്. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ആയിരുന്നെങ്കിൽ ഇത് ×2 അപ്പോൾ ഇതിൻ്റെ അറ്റാക്ക് ×2 ഇപ്പോൾ ഇത് 100 × 2 ആവും. അപ്പോൾ 200 അറ്റാക്ക് ഒറ്റയടിക്ക്. അപ്പോൾ ഇതെന്തായാലും ഒറ്റയടിക്ക് എന്തായാലും ചാവും. അങ്ങനെയാണ് കളി. അപ്പോൾ ഇങ്ങനെ ചത്ത് പ്രൈസ് കാർഡ് എടുക്കും. പ്രൈസ് കാർഡ് എടുത്ത് എല്ലാ പ്രൈസ് കാർഡും തീരുമ്പോൾ കളി ജയിക്കും. പിന്നെ ഈ പ്രൈസ് കാർഡ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം. 6 താഴെ പറ്റില്ല, 6, 8, 10 12 വെച്ചും കളിക്കാം. കുറേ കാർഡുള്ളവർക്ക് 12 വെച്ച് കളിക്കാം. പിന്നെ ഈ കാർഡ് എന്താണെന്ന് ഞാൻ കാണിച്ചെടുക്കാം. ഈ കാർഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാർഡ് ഇപ്പോൾ ഒരേ കാർഡ്, ഇപ്പോൾ ഗണസെക് എന്ന് പറഞ്ഞ ഈ കാർഡ് എനിക്ക് 2 ഒക്കെ ഉണ്ടെങ്കിൽ ആ കാർഡ് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് അടിയിൽ നിന്ന് ഒരു കാർഡ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിനാണ് ഈ ഡെക്കെന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിൽ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പഠിപ്പിച്ച ഗെയിമിലെന്ന് വെച്ചാൽ ഈ എനർജി കാർഡിന് ആവശ്യമില്ല. ഈ ഗെയിമിൽ എനർജി കാർഡ് ഇല്ലാതെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. എനർജി കാർഡ് ഉണ്ട് വെച്ച് നമുക്ക് വേറെ ഗെയിം ഞാൻ പഠിപ്പിച്ചു തരാം അടുത്ത ദിവസം വീഡിയോയിൽ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഒരു എനർജി കാർഡിൻ്റെ വീഡിയോയൊക്കെ ആയിട്ട് നമ്മൾ വരും, പൊക്കിമോൻ കാർഡ് തന്നെയായിട്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. പിന്നെ നമുക്ക് ഈ കാർഡ് കളിക്കാൻ വേണ്ടി കോയിൻ അല്ലാതെ ഡൈസ് വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. ഡൈസ് വെച്ച വീഡിയോ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. പക്ഷെ കോയിൻ ആയിരിക്കും എല്ലാവർക്കും എളുപ്പം, ഡൈസ് ഇല്ലാത്തവർക്ക് കോയിൻ തന്നെ ഏറ്റവും എളുപ്പം. അതിനാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഗൈസ്. ഇനിയും പൊക്കിമോൻ കാർഡ് ഇതുപോലെ തന്നെ വേറെ ടൈപ്പ് ഗെയിമും കളിക്കാം. കുറേ ഒരു 3-4 കളി കളിക്കാൻ തോന്നി പൊക്കിമോൻ കാർഡ് വെച്ച്. അപ്പോൾ എല്ലാം അടുത്ത വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ഗൈസ്, ലെറ്റ്സ് ഗോ, ബൈ.